നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ആലപ്പുഴ ജില്ല. ആലപ്പുഴ ജില്ല രൂപീകരിച്ചത് 1957 ഓഗസ്റ്റ് 17. നാഷണൽ കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണപുരം, കായംകുളം. ആലപ്പുഴ നഗരത്തിൻ്റെ വാസ്തുവിദ്യ എന്നറിയപ്പെടുന്നത് രാജാ കേശവദാസ്. ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു. ശ്രീബുദ്ധൻ്റെ ഗ്രാനൈറ്റ് പ്രതിമ, അതായത് കരുമാടിക്കുട്ടൻ കണ്ടെത്തിയ സ്ഥലം കരുമാടി, ആലപ്പുഴ. കൃഷ്ണപുരം കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ചുമർ ചിത്രം ഗജേന്ദ്ര മോക്ഷം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൃഷ്ണപുരം കൊട്ടാരം പണിത സ്ഥലം കാർത്തികപ്പള്ളി. കേരളത്തിലെ ആദ്യത്തെ നാഫ്ത അധിഷ്ഠിത താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. ആലപ്പുഴയിലെ പ്രധാന നദികൾ മണിമല നദി, അച്ചൻ കോവിൽ നദി, പമ്പ നദി. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കുട്ടനാടിൻ്റെ ഇതിഹാസം എന്നറിയപ്പെടുന്നത് തകഴി. സാംസ്കാരിക ആലപ്പുഴയുടെ തലസ്ഥാനം അമ്പലപ്പുഴ. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ സ്ഥിതി ചെയ്യുന്നത് കലവൂർ. കേരളത്തിൽ ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഗ്രന്ഥശാല PK മെമ്മോറിയൽ ഗ്രന്ഥശാല, അമ്പലപ്പുഴ. കേരളത്തിൻ്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്നത് കായംകുളം കൊച്ചുണ്ണി. ദക്ഷിണ പഴനി അല്ലെങ്കിൽ തെക്കിൻ്റെ പഴനി എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കേരളത്തിലെ ആദ്യത്തെ കയർ ഗ്രാമം വയലാർ. കേരളത്തിലെ ആദ്യത്തെ ലേബർ ഓർഗനൈസേഷൻ തിരുവിതാംകൂർ ലേബർ ഓർഗനൈസേഷൻ 1922. ചെട്ടികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം കുംഭഭരണി. ആയോധന നൃത്തം വേലകളി അരങ്ങേറിയ സ്ഥലം അമ്പലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ല ആലപ്പുഴ, 82 കിലോമീറ്റർ. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി രാജാ കേശവദാസ്. ഏതൊക്കെ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ലയ്ക്ക് രൂപം നൽകിയത്? കൊല്ലം, കോട്ടയം. കേരളത്തിൽ കുടിൽ വ്യവസായം കൂടുതൽ ഉള്ള ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ 1859. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് അരൂർ. കായംകുളത്തിൻ്റെ പഴയ പേര് ഓടനാട്. കൈനക്കരിയിൽ ജനിച്ച സാമൂഹിക പരിഷ്കർത്താവ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അല്ലെങ്കിൽ ചാവറ അച്ഛൻ. പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ആലപ്പുഴ. ബുദ്ധവിഗ്രഹമായ കരിമാടിക്കുട്ടൻ കണ്ടെടുത്ത സ്ഥലം അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരിമാടി എന്ന സ്ഥലത്തിനടുത്ത് നിന്ന്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ CP രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കേരളത്തിൻ്റെ ഡച്ച് എന്നറിയപ്പെടുന്ന സ്ഥലം കുട്ടനാട്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട്. പമ്പയുടെ ദാനം കുട്ടനാട്. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്ന സ്ഥലം ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. കയർ ഫാക്ടറികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ആലപ്പുഴ. ഡാറാസ് മെയിൽ സ്ഥാപകൻ ജെയിംസ് ഡാറ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. കൺകണ്ട ദൈവം എന്ന് ദലൈലാമ വിശേഷിപ്പിച്ച ബുദ്ധമത വിഗ്രഹം കരിമാടിക്കുട്ടൻ.
പുറക്കാട് യുദ്ധം നടന്നത് 1746. തകഴിയുടെ ചെമ്മീൻ എന്ന നോവലിൻ്റെ പശ്ചാത്തലം ഏത് കടപ്പുറം? പുറക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴ. പട്ടികവർഗ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല ആലപ്പുഴ. വനപ്രദേശം കുറഞ്ഞ ജില്ല ആലപ്പുഴ. രാജാ കേശവദാസൻ ഡേ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ച വ്യക്തി ദിവാൻ രാജാ കേശവദാസൻ. ശ്രീമൂലവാസം എന്ന ബുദ്ധമത ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന ജില്ല ആലപ്പുഴ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായമുള്ള ജില്ല ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കർ. കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട്. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം വയലാർ. ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിച്ചത് കായംകുളം. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിച്ചത് അരൂർ. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം ചന്തിരൂർ. കേരളത്തിലെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആലപ്പുഴ 1857. ഇന്ത്യയിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഡാറാസ് മെയിൽ 1859. സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കഞ്ഞിക്കുഴി 1995-96. സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമം നെടുമുടി. പാതിരാമണൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. മയൂര സന്ദേശത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട്. കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴ. ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ ആസ്ഥാനം അമ്പലപ്പുഴ. ഓട്ടൻ തുള്ളലിൻ്റെ ജന്മനാട് അമ്പലപ്പുഴ. തുള്ളലിൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. പാലക്കാട് ലക്കിടിയിലും കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നു. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലം കുട്ടനാട്. കേരളത്തിലെ നെതർലാൻഡ് അല്ലെങ്കിൽ ഹോളണ്ട്, കേരളത്തിലെ ഡച്ച്, കേരളത്തിൻ്റെ നെല്ലറ, പമ്പയുടെ ദാനം എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഗ്രന്ഥശാല CK മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴ. കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച PN പണിക്കരുടെ സ്വദേശം ആലപ്പുഴ. കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്നത് ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? PN പണിക്കരുടെ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ജില്ല ആലപ്പുഴ. ആരംഭിച്ച വർഷം 1952. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന് സ്മരണാർത്ഥമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് അറിയപ്പെടുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ചുണ്ടൻ നടുഭാഗം ചുണ്ടൻ. ഏറ്റവും കൂടുതൽ പ്രാവശ്യം നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം കാരിച്ചാൽ ചുണ്ടൻ. 66ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2018 ജേതാവ് പായിപ്പാടൻ ചുണ്ടൻ. 2017 ജേതാവ് ഗബ്രിയേൽ ചുണ്ടൻ. 66ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം കുഞ്ഞാപ്പു, ചേമ്പില തുഴയുന്ന കാക്ക. വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. സർപ്പാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാറശാല. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. പ്രസിദ്ധമായ വേലകളി നടക്കുന്ന ക്ഷേത്രം അമ്പലപ്പുഴ ക്ഷേത്രം. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 2000 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം. പ്രാചീന കാലത്ത് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലം തൈക്കൽ.
ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് വിയ്യപുരം. പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂർ. കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോ ഉദയ സ്ഥാപിച്ചത് MK കുഞ്ചാക്കോ. 2002 ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട കേരളത്തിലെ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ്. പശ്ചിമതീരത്തെ ആദ്യ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് 1862. മഹാകവി കുമാരനാശാൻ്റെ മരണത്തിനിടയാക്കിയ റെഡിമർ ബോട്ട് അപകടം നടന്ന ആലപ്പുഴ ജില്ലയിലെ സ്ഥലം കുമാരകോടി. അപകടം നടന്നത് 1924 ജനുവരി 16. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേർത്തല. കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽ തീരങ്ങൾ തുമ്പോളി, പുറക്കാട്. പണ്ടുകാലത്ത് കാർത്തികപ്പള്ളി എന്നറിയപ്പെട്ടിരുന്നത് ബെറ്റിമേനി. പെരുമ്പളം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ആലപ്പുഴ. തോട്ടപ്പള്ളി സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത. ഇതിൻ്റെ പുതിയ പേര് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ്. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ: കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളം, കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂർ, ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് കവലൂർ, കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആലപ്പുഴ, കേരള കയർ ബോർഡ് ആലപ്പുഴ, വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴ, മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ, കേരള സ്പിന്നേഴ്സ് കോമളപുരം, KPAC കേരള പീപ്പിൾ ആർട്ട് ക്ലബ് കായംകുളം. മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴ. വനഭൂമി ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ആലപ്പുഴ. മലകൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ആലപ്പുഴ. വേലകളിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ബണ്ട് തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. പ്രാചീന കാലത്ത് കരപ്പുറം എന്നറിയപ്പെട്ട സ്ഥലം ചേർത്തല. ചെമ്പകശ്ശേരി രാജവംശത്തിലെ തലസ്ഥാനം എവിടെയായിരുന്നു? അമ്പലപ്പുഴ. കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം. കേരള സ്റ്റേറ്റ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. KPSCയുടെ ആസ്ഥാനം കായംകുളം. കേരളത്തിലെ ആദ്യത്തെ തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് മണ്ണഞ്ചേരി. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം നൂറനാട്. ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള കേരളത്തിലെ താലൂക്ക് ചേർത്തല. ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നെല്ല് ഗവേഷണ കേന്ദ്രം മങ്കൊമ്പ്. കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കലവൂർ. കേരള കാർട്ടൂൺ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കായംകുളം. ESI സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര. കണ്ണാടി മണലിന് പ്രസിദ്ധമായ സ്ഥലം ചേർത്തല. കേരളത്തിൽ മന്ദരോഗം വ്യാപകമായി കണ്ടുവരുന്നത് ചേർത്തലയിൽ. അപൂർവമായ ദേശാടന പക്ഷികളുടെ ദ്വീപ് പാതിര മണൽ. രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് സ്ഥിതി ചെയ്യുന്നത് മാവേലിക്കര. ബോട്ട് ദുരന്തം നടന്ന മഹമ സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിൽ. പായിപ്പാട് വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ. കേരളത്തിലെ ആദ്യ താപവൈദ്യുത നിലയം സ്ഥാപിക്കപ്പെട്ടത് കായംകുളത്ത്. കേരളത്തിൻ്റെ മീനറ എന്നറിയപ്പെടുന്നത് കുട്ടനാട്. മത്സ്യകൃഷി കൂടുതലായുള്ളതുകൊണ്ടാണ് ഈ വിശേഷണം. പശ്ചിമതീരത്തെ ആദ്യത്തെ ദീപസ്തംഭം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ. ദീപസ്തംഭം രൂപകൽപ്പന ചെയ്തത് യൂറോപ്യൻ ശില്പിയായ ക്രാഫ്റ്റ്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.